ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബോർവെല്ലിൽ ഒരു 5-8 വർഷം മുമ്പ് ഇറക്കിയതാണ്. അത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അവിടെ അങ്ങ് സ്റ്റക്കായി. ഇറക്കാൻ നേരത്ത് തന്നെ ഒരു 260 അടി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് ഒരു 240 അടിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് സ്റ്റക്കായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ താഴത്തേക്കും വേണ്ട മുകളിലേക്കും പോകണ്ട, ഒന്നിനും അനങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനായി കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ വിട്ടു. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം വരുന്നുണ്ട്, വേനൽക്ക് കുറച്ച് കുറയും, പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഈ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളം കുറഞ്ഞു. എന്നാൽ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്ന് പൊക്കി വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പൊക്കൽ വിദഗ്ധന്മാരുമായി ബന്ധപ്പെട്ടു. പൊക്കാനായിട്ട് ചിലവുണ്ട് കേട്ടോ. ചിലവെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് 8000 രൂപ ആണെന്ന് പറഞ്ഞു. മോട്ടർ പൊക്കി പുറത്തെടുത്ത് തന്നു കഴിഞ്ഞാൽ 8000 രൂപ അവർക്ക് കൊടുക്കണം. അഥവാ ഇനിയിപ്പോൾ പൊക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 4000 കൊടുത്താൽ മതി എന്നുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അവർ വിഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാം പുള്ളിയുടെ ടെക്നോളജി ഉണ്ട്. ഫുള്ളായിട്ട് ആൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത വിഞ്ചുണ്ട്. 2ൻ്റെ മോട്ടറാണത്. അതിൽ കയറും കമ്പിയും എല്ലാം വെച്ചിട്ട് അവർ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പൊക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. അവരിതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം 2 HP മോട്ടറാണ്. നമ്മൾ മോട്ടർ ഇറക്കുമ്പോൾ ആദ്യം കയറോട് കൂടിയിട്ടാണ് ഇറക്കുന്നത്. ആ കയറെല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ ഇത് വിഞ്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കി. അത് മാക്സിമം ട്രൈ ചെയ്തിട്ട് അത് ആ മോട്ടർ നിൽക്കുകയല്ലാതെ ഈ സാധനം അങ്ങ് പൊങ്ങി വരുന്നില്ല. അപ്പോൾ പിന്നെ അവരെന്തായാലും ഇനി അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ ബുദ്ധിയിൽ ഉദിച്ച വേറെ ഒരു മോഡൽ പൊക്കലാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് അവർ ട്രൈ ചെയ്യാൻ പോണത്. ഇതിൽ നോക്കി കുറേ സമയം നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അവർ പൈപ്പും കയറും ആ മോട്ടർ അടക്കം പൊക്കി നോക്കിയിട്ട് ആ സാധനം അവിടെ നിന്ന് മൂളല്ലാതെ മോട്ടർ വലിമുട്ടി നിൽക്കുമല്ലോ, അതേപോലെ നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇനി പിന്നെ പുള്ളിയുടെ അടുത്ത്. അപ്പോൾ ഞാനും വിചാരിച്ചത് ഇനിയിപ്പോൾ എങ്ങനെയാണ് പൊക്കുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. ഇത് ഇത്രയും പറ്റിയിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കുന്നോ ഉള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ആ 2 HP മോട്ടറും പിന്നെ ഒരു 3 പേര് കൂടെ ആഞ്ഞ് വലിച്ചിട്ടും ആ സാധനം കണ്ട അനക്കം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം അത് സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ തന്നെ തീരുമാനിച്ചു. കുറേ കുലുക്കി ആട്ടിയൊക്കെ നോക്കി. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ പൈപ്പ് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ഈ സമ്മർസബിൾ പമ്പാണ്. ആ പമ്പിൽ കൊടുത്തിരിക്കുന്ന പൈപ്പ് മുകളിൽ നിന്ന് മുറിച്ചാലാണല്ലോ നമുക്കിത് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇലക്ട്രിക്കെല്ലാം വീടിപ്പിച്ചിട്ട് ഈ ഒരു 8mm 10mm ഉള്ളൊരു കമ്പിയാണ്. ഇതിൻ്റെ അറ്റത്ത് തന്നെ കണ്ടില്ല ഒരു ലോക്ക് പോലത്തെ ഒരു സിസ്റ്റമാണ്. അവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 ഇഞ്ച് നമ്മുടെ വെള്ളം തള്ളി വരുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ 8mm റാഡ് ഇറക്കി വിടും. ആ റാഡിൻ്റെ തുമ്പത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ലോക്ക് സിസ്റ്റം ഉണ്ട്. അതിങ്ങനെ ഇറക്കാൻ നേരത്തെ നേരെ ഇരിക്കും. ഇത് ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പമ്പിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യുമല്ലോ. ഈ റാഡ് പോയിട്ട് ഏറ്റവും അടിയിലെത്തി മോട്ടറിൻ്റെ നമ്മൾ ആദ്യം മോട്ടർ വരുന്നു, അതിൻ്റെ മുകളിൽ ഫുഡ് വാൽവ് പിന്നെ പമ്പാണല്ലോ വരും. ആ പമ്പിൻ്റെ ഉള്ളിലേക്കാണ് ഈ സാധനം നേരെ പോയി ഇറങ്ങിപ്പോവുക. ആ പൈപ്പ് പോയിക്കുക 1 ഇഞ്ചിൻ്റെ തള്ളു വരുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ റോഡ് അങ്ങ് ഇറക്കി വിടും. ഇതിങ്ങനെ ഒരു 10 അടി 15 അടി ഹൈറ്റുള്ള ഈ റോഡാണ്. ഈ റോഡ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇറക്കി വിട്ട് നമ്മുടെ മോട്ടറിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അടിയിൽ പോയിട്ട് ലോക്കായിട്ട് വരണം. ഇവർ ഇതിൻ്റെ ത്രെഡൊക്കെ ഇതെല്ലാം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ത്രെഡ് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇറക്കും. ഇനി അടുത്തേക്ക് വെച്ച് വീണ്ടും ഒരു അടുത്ത റോഡ് എടുത്തു, അത് ടൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇറക്കി ഏറ്റവും അവസാനം ഇതിൻ്റെ അടിയിൽ പോയിട്ട് കണക്റ്റ് ആവും. ഒരു 50 റാഡ് അല്ലെങ്കിൽ 60 റാഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിറ്റാവും. ഈ റോഡിൻ്റെ വെയിറ്റ് നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനത്തെ പോലത്തെ ഒരു വൈസ് വെച്ചിട്ട് വൈസ് ടൈറ്റ് ചെയ്യും. അതിന് ശേഷം ഇതേ പ്രോസസ്സ് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. താഴോട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി. നമ്മുടെ സമയദോഷം എന്ന് പറയട്ടെ, അവർ കയ്യിലുണ്ടായിരുന്ന റാഡ് തീർന്നു. അവർ പറയുന്നത് 240 അടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ റാഡ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സംഭവം അടിയിലെത്തിയിട്ടില്ല. കാരണം അപ്പോൾ അതിലും താഴത്താണ് മോട്ടർ കിടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം പിന്നെ അവർ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റോഡ് ഇനിയിപ്പോൾ വേറെ എവിടെ പോയി കുടുങ്ങിയിട്ട് അവരുടെ അടുത്ത് സ്റ്റോക്കില്ല. അടുത്തത് പുള്ളിഞ്ഞ് വെൽഡ് ചെയ്ത് ത്രെഡ് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ പണി അവർ മതിയാക്കിയിട്ട് അവർ നേരെ തിരിച്ചു പോയിട്ട് നാളെ റോഡുമായിട്ട് വന്നിട്ട് വീണ്ടും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അവർ തിരിച്ചു പോകണം. ഓക്കെ, അവർ തിരിച്ചു പോയി. ഇത് പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ റോഡൊക്കെ വെൽഡ് ചെയ്ത് സെറ്റായിട്ട് രാവിലെ ഉച്ച കഴിഞ്ഞ് വന്നത്. നല്ല വെയിലുള്ളത് കൊണ്ട് ഉച്ച കഴിഞ്ഞായതുകൊണ്ട് അവർ സംഭവം അതിൽ കണക്റ്റായി എന്നാണ് പറഞ്ഞത്. അത് റോഡ് ഒരു 4-5 എണ്ണം കൂടിയായി. അവർ കണക്കം പ്രകാരം 260 അടി വരെ താന്ന് കിടക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ റോഡ് കണക്ട് ചെയ്തിട്ട് അവർ വീണ്ടും പിന്നെ മോട്ടർ വെച്ച് നോക്കിയിട്ട് നടക്കില്ലല്ലോ ഈ റോഡ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മുക്കാലി കൊണ്ടുപോകുന്നുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ മുക്കാലി വെച്ച് അതിൽ ചെയിൻ ബ്ലോക്ക് സെറ്റ് ചെയ്തിട്ട് വലിച്ചിട്ട് വേണം ഇനിയിപ്പോൾ അടുത്ത പരിപാടി തുടങ്ങണമെങ്കിൽ. അപ്പോൾ മുക്കാൽ സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ബോർവെല്ലിൻ്റെ അടുത്ത് സ്ഥലം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അവിടെ ഇങ്ങനെ അത്യാവശ്യം സ്ഥലം ഉള്ളതുകൊണ്ട് അവരെ മുക്കാലിയെല്ലാം കറക്റ്റാക്കി സെറ്റ് ചെയ്ത് അലൈൻമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണം, എന്നാലേ ഇത് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതിനെല്ലാം നല്ല ഐഡിയ വേണ്ട. ഇതിനൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ആൾ നല്ല പുലിയുണ്ട്. ആൾ തമിഴ്നാട്ടുകാരനാണ്, പക്ഷേ കേരളത്തിൽ സെറ്റിലാണ്.
സംഭവം ഉഷാറാണ്. പുള്ളി മുക്കാലി വെച്ചു, ചെയിൻ ബ്ലോക്ക് എല്ലാം വെച്ച്. ഇനി നമ്മൾ ആ റാഡിൽ ഈ ചെയിൻ ബ്ലോക്ക് ഹുക്കിട്ടിട്ട് അത് ടൈറ്റ് ചെയ്തിട്ട് വേണം വലിച്ച് പൊക്കിയെടുക്കാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈസ് കണ്ടോ, ആ വൈസിലാണ് ഈ സാധനം ഫുൾ ടൈറ്റ് ചെയ്ത് വയ്ക്കും. ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചാക്കെല്ലാം ഇട്ട് ബോർവെൽ മൂടും, അതിൻ്റെ ഉള്ളിലേക്ക് ഇനിയൊന്നും വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ വൈസിൽ ഈ ചെയിൻ ബ്ലോക്കിൻ്റെ ഹുക്ക് അതിലങ്ങ് ഹുക്ക് ചെയ്യും. എന്നിട്ട് വേണം ചെയിൻ ബ്ലോക്ക് വലിക്കാൻ നോക്കുക അവർ. എന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ ചെയിൻ ബ്ലോക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം നല്ല ഒരുവിധം വെയിറ്റുള്ള ഒരു 4-5-6 ടണ്ണ് വരെ ഈ സാധനം പൊങ്ങി വരും. അപ്പോൾ അത്രമാത്രം ടൈറ്റായിട്ടാണ് കിടന്നത്. പുള്ളി ആഞ്ഞു വലിച്ച് പതുക്കഞ്ഞ് ഒറ്റ വിടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റക്കായതെന്ന് അങ്ങ് വരും. അപ്പോൾ ലോക്കെല്ലാം ഓൾറെഡി ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ പമ്പിൽ പോയിട്ട് അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിനി വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരുന്നുള്ളതാണ് ഇവരുടെ ഒരു നിഗമനം. ആ ലെവലിൽ അങ്ങ് വലിച്ച് കുറേ നേരം വലിച്ചു കഴിഞ്ഞപ്പോൾ ആ സംഭവം ഒറ്റ വിടൽ. മീൻസ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ സ്റ്റക്കായിന്ന് വീണ്ടും പൊങ്ങി വരാൻ തുടങ്ങി. ഇതിൽ പണ്ട് നമ്മൾ ഈ ബ്ലാക്ക് പൈപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ ബ്ലാക്ക് പൈപ്പൊക്കെ ലീക്ക് ഉണ്ടാവും, അതുകൊണ്ട് വെള്ളം കുറവെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ബ്ലാക്ക് പൈപ്പിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ വിഞ്ച് വെച്ചിട്ട് പിന്നെ സിമ്പിളായി കാര്യങ്ങൾ, വളരെ ഈസി ആയിട്ട്. ഈ വിഞ്ചുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വലിക്കണ്ട, ആ വിഞ്ച് ഓൺ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് എടുത്ത് മോട്ടർ വെളിയിൽ വന്നു. വളരെ സൂപ്പറായിട്ട് തന്നെ മോട്ടർ ഇരുന്നത്. പുള്ളി പറഞ്ഞത് അടി ചെളിയിൽ നിന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കത് പിന്നീട് മനസ്സിലായി, ചെളിയിലൊന്നും ആയിരുന്നില്ല. ഈ മോട്ടർ ഫുള്ള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെ സ്റ്റക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പിടുത്തമൊന്നുമില്ല, സ്റ്റക്കായിരുന്നു സംഭവം. ആ പൈപ്പിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആ പൈപ്പ് റോഡ് ഇറക്കിയത് കണക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും, ആ മേലെ പമ്പിൻ്റെ മേലുള്ളതിൽ. എന്നിട്ട് ഇനി അത് ആ പമ്പ് അത് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ ഓക്കെ. ഇപ്പോൾ മോട്ടറെല്ലാം പുറത്തേക്ക് വന്നു. ഈ കമ്പി ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതാണോ ഈ ഒരു നാക്ക് പോലുള്ളൊരു സാധനം, ഇതാണ് അതിൽ പോയി സ്റ്റക്കായിട്ട് ക്രോസ് ആയിട്ട് വരുമ്പോൾ ഇത് പൊക്കിയെടുക്കാൻ. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. ഇനി അടുത്ത വീഡിയോ ഈ ബോർവെൽ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്.